കാണിക്കുക തുടങ്ങണ്ടേ? പിന്നെ തുടങ്ങണ്ടേ എന്നാ പിടിച്ചോ. ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ വേഗം തന്നെ പോയി കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഫ്രഞ്ച് ഫ്രൈസ്. അവ സ്കൂളിൽ നിന്നൊക്കെ വന്നെങ്കിൽ സ്കൂൾ തുറക്കാൻ പോവല്ലേ, അപ്പൊ വൈകിട്ട് വരുമ്പോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാൽ ഓക്കെ. അപ്പൊ നമുക്കിനി ഉണ്ടാക്കാം. നമുക്കിനി പൊട്ടറ്റോ പീൽ ചെയ്താലോ? എങ്ങനെയാണെന്ന് നോക്കാം. നമ്മള് 2 പൊട്ടറ്റോ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 2 എണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ അതല്ലേ, ഇനി ഒരുപാട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നുള്ള ഫ്രഞ്ച് ഫ്രൈസിനുള്ള പൊട്ടറ്റോ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 4 സൈഡും ഇങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ. എന്നിട്ട് നീളത്തിൽ കണ്ടേ, എന്നിട്ട് നമ്മൾ യൂലിയൻ കട്ട് ചെയ്യണം. വെള്ളം ചൂടാക്കാം. നമ്മൾ ഓൾറെഡി ഗ്യാസ് എത്തിച്ച് പാത്രം അടപ്പ് വെച്ചിട്ടുണ്ട്. ഓവർ കുക്ക് വേണ്ട, മീഡിയം ബോയിൽ ചെയ്താൽ മതി. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചേക്കാം. നമുക്ക് ഉപ്പ് ഇടാം, മഞ്ഞപ്പൊടി ഇടാം, ശകലം ഇട്ട്. തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഇതിന്റെ അകത്തോട്ട് ഇടാം. ഫ്രഞ്ച് ഫ്രൈസിന്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇട്ട്. ഇത് ചെയ്യുമ്പോ ഹാഫ് കുക്കാണ്, ഫുൾ കുക്ക് ചെയ്യല്ലേ. ഒരു ശ്രദ്ധിക്കേണ്ടത് ഹാഫ് കുക്കേ ചെയ്യാം. ഒരു തിള പോലും ജസ്റ്റ് ഇങ്ങനെ ചൂടായാൽ മാത്രം മതി. പിന്നെ ഊറ്റുക. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങളിപ്പം ഓയിൽ ചൂടാക്കിയ ശേഷം ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഓയിൽ ഒഴിക്കാൻ പോവാണേ. ചട്ടി ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് തന്നെ ഒഴിക്കാം. ഫ്രൈസിന്റെ ഓയില് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പം ഫ്രഞ്ച് ഫ്രൈസ് ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പം. ഫ്രഞ്ച് ഫ്രൈസ് ഇടാൻ പോവുകയാണ്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇടാം. ഫ്രഞ്ച് ഫ്രൈസിന് സോസും ഡിപ്പിംഗ് സോസും ഒക്കെ കോമ്പിനേഷൻ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരു വെറൈറ്റി ചായ ഉണ്ടാക്കി തരാം. പിന്നെന്താ, ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയാൽ പോരെ. നമുക്കൊരു ബീട്രൂട്ട് ചായ ആയാലോ? പിന്നെന്താ, ബീട്രൂട്ട് കൊണ്ടൊരു ചായ ഇന്ന് ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കത് നോക്കാം. കോരി നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. ബീട്രൂട്ട് ഇടാം. എന്നിട്ട് ഒരു ഏലക്ക, ആവശ്യത്തിന് പഞ്ചാര, വെള്ളം. കരളിൽ വിരിഞ്ഞ പൂക്കൾ. മഴ, ചായ, ജോൺസൺ മാഷ്, അന്തസ്.
നമ്മുടെ ബീട്രൂട്ട് ചായ റെഡി ആയിട്ടുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി. സോസുകളെല്ലാം വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ്, ചില്ലി സോസ്, മയോണൈസ്. ഓക്കെ അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ? ഓക്കെ. കൊള്ളാമോ? സൂപ്പർ. എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യണം, കൊച്ചുങ്ങൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം, പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഫ്രഞ്ച് ഫ്രൈസ്. അതുപോലെ മഴയത്ത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ബീട്രൂട്ട് ചായയാണ്. അടിപൊളി, സൂപ്പർ. ഇന്നത്തെ സൂപ്പറാവും. ഒരു ചായ ടേസ്റ്റ് ചെയ്ത് നോക്കൂ, ഫ്രഞ്ച് ഫ്രൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം അടിപൊളിയാണ്. ബീട്രൂട്ടിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് അല്ല, നമുക്കൊരു പ്രത്യേക ടേസ്റ്റ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടും. അപ്പൊ ഇതുപോലെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ല, അതെ ബീട്രൂട്ട് ഒക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ.